ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വോട്ടർ ഐ ഡി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. NVSP നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടലാണ്. NVSP മൊബൈൽ ആപ്പ് സെർച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വോട്ടർ ഐ ഡി നഷ്ടപ്പെട്ടവർക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആപ്പ് ഡൗൺലോഡ് ആയതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിൽ രജിസ്റ്റർ ന്യൂ യൂസർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴായിട്ട് കാണാം ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ന്യൂ രജിസ്ട്രേഷൻ. ജസ്റ്റ് ഒന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യാണ്. മൊബൈൽ നമ്പർ ഞാൻ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യും. അതിലേക്കൊരു OTP വരും. അങ്ങനെ കഴിഞ്ഞ് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൽ ഒരുപാട് സർവീസസ് ഉണ്ട്. വോട്ടർ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് പേര് ചേർക്കാം, അതുപോലെ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നോക്കുന്നത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് ഇപിക് എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു 3 ഓപ്ഷൻ കാണാം. എൻ്റെ അടുത്ത് EPIC നമ്പർ, അതായത് നമ്മുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ റെഫറൻസ് നമ്പർ, ഇതിന് മുന്നേ വോട്ടർ ഐ ഡി അപേക്ഷ കൊടുത്തപ്പോൾ അതിൻ്റെ റെഫറൻസ് നമ്പർ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വോട്ടർ ഐ ഡിയുടെ കോപ്പി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ മോഡലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പഴയ വോട്ടർ ഐ ഡിയിലുള്ള നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. EPIC നമ്പർ എന്ന് പറഞ്ഞിട്ട് മുകളിലെ നമ്പർ കാണാം. ഒരു ആൽഫാബറ്റിലായിരിക്കും തുടങ്ങുന്നത്. അതിവിടെ എൻ്റർ ചെയ്തിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ വരും. അത് വെരിഫൈ ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും. ലാസ്റ്റ് 4 നമ്പർ കാണിക്കും. അതിലേക്കൊരു OTP പോകും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യാം. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ ആൻഡ് ഡൗൺലോഡ് EPIC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ OTP എൻ്റർ ചെയ്തു. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യണം, അതിലേക്കായിരിക്കും വരിക. ഓക്കെ, OTP എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു PDF ഡൗൺലോഡ് ആവും. നമുക്കിത് പ്രിൻ്റ് എടുത്തിട്ട് ലാമിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ കാർഡ് ആക്കണമെങ്കിൽ കാർഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.